നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നിങ്ങളെ അവർ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. രാജ്യം 78ാമത് സ്വാതന്ത്ര്യദിനാഘോഷ നിറവിലായിരിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ ഈ വാചകങ്ങളുടെ മാറ്റ് കൂടുകയാണ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടി വെള്ളക്കാരെ മുട്ടുകുത്തിച്ച ആ മഹത് ദിനത്തിന്റെ ഓർമ്മ പുതുക്കൽ. രാജ്യം ഇന്ന് സ്വാതന്ത്ര്യദിനാഘോഷിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നാം ഓരോരുത്തരും ആയിരിക്കുകയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ സമര സേനാനികളെ അനുസ്മരിക്കുകയാണ് രാജ്യം. നിരവധി പോരാട്ടങ്ങളിലൂടെ മഹാരഥന്മാർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ വില വലുതാണ്. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി സ്വാതന്ത്ര്യ സമര സേനാനികളടക്കം നിരവധി ആളുകളുടെ ജീവത്യാഗത്തിന്റെ വിലയാണ് നാം ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. 200 വർഷത്തോളം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്ന നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ നിരവധി പോരാട്ടങ്ങൾ ഇവർ നടത്തി. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗങ്ങളും നമുക്ക് മുന്നിലൂടെ കടന്നു പോവുകയാണ്. ഓരോ ഇന്ത്യക്കാരനും സന്തോഷത്തോടെയാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. ഇന്ത്യയെ കീഴടക്കിയ പലരും പല പതാകകൾ രാജ്യത്ത് നാട്ടിയിട്ടുണ്ട്. പക്ഷേ ആ പതാകകളെയെല്ലാം മാറ്റി ത്രിവർണ പതാക പാറിക്കളിക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും അത് അഭിമാന നിമിഷം തന്നെയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തി. രാവിലെ 7 മണിയോടെയാണ് രാജ്ഘട്ടിലെത്തി ഗാന്ധി സ്മൃതിയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. അതിനുശേഷമാണ് ചെങ്കോട്ടയിലെത്തിയത്. തുടർന്ന് അദ്ദേഹം രാജ്യത്തെ അഭിസംബോധന ചെയ്തു. സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. നമ്മുടെ കർഷകരും ജവാന്മാരും ഒക്കെ രാഷ്ട്ര നിർമ്മാണത്തിലെ പങ്കാളികളാണെന്നും സ്വാതന്ത്ര്യത്തിനായി പോരാടിയവരുടെ പുണ്യസ്മരണയ്ക്ക് മുൻപിൽ ആദരം അർപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരെ വേദനയോടെ സ്മരിക്കുന്നുവെന്നും രാജ്യം അവർക്കൊപ്പം നിൽക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കൊളോണിയൽ ഭരണത്തിനെതിരെ നീണ്ട പോരാട്ടം രാജ്യം നടത്തി. സ്വാതന്ത്ര്യമെന്ന ഒരേ ഒരു ലക്ഷ്യമേ ആ പോരാട്ടത്തിനുണ്ടായിരുന്നുള്ളൂ. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിച്ചിരിക്കും. അതിനായി നീണ്ട പരിശ്രമം വേണമെന്നും ഓരോ പൗരന്റെ സ്വപ്നം അതിൽ പ്രതിഫലിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശിഷ്ട ഭാരത് 2047 എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയാണ് ഈ വർഷത്തെ ആഘോഷം. കർഷകർ, സ്ത്രീകൾ, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ളവരടക്കം 6000 പേരാണ് ഇത്തവണ ചടങ്ങുകളിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തത്. വിവിധ സംസ്ഥാനങ്ങളിലെ 2000ഓളം കലാകാരന്മാരും ചെങ്കോട്ടയിൽ പരിപാടികൾ അവതരിപ്പിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ സംഘവും ആഘോഷങ്ങളുടെ ഭാഗമായി. അതേസമയം ആഘോഷങ്ങൾ കണക്കിലെടുത്ത് ദില്ലിയിലെ തന്ത്രപ്രധാന മേഖലകളെല്ലാം സുരക്ഷാ വലയത്തിലാണ് ആയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.